കേരള ബി.ജെ.പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൾപാർട്ടി തർക്കങ്ങൾ ശോഭാ സുരേന്ദ്രനും ബിന്ദു വിനയകുമാറും തമ്മിലുള്ള പോരിലൂടെ പുതിയൊരു സങ്കീർണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബി.ജെ.പിയിലെ പ്രമുഖ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകയായിട്ടുള്ള ബിന്ദു വിനയകുമാർ രംഗത്തെത്തിയതും അതിനെ പിന്തുടർന്നുണ്ടായിട്ടുള്ള പുറത്താക്കൽ ഭീഷണിയും എല്ലാം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ബിന്ദുവിന്റെ പരാതി പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിലും ഇതിനു പിന്നിൽ ശോഭയെ രാഷ്ട്രീയമായി തകർക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വലിയ സംഘം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ബിന്ദു വിനയകുമാറിനെ പോലെയുള്ള സാധാരണ പ്രവർത്തകയ്ക്ക് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ ഇത്രയും ശക്തമായ നിലപാടെടുക്കാൻ പാർട്ടിക്കുള്ളിലെ മറുവിഭാഗത്തിന്റെ കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. 30 വർഷക്കാലം തന്റെ ജീവിതവും സമ്പാദ്യവും പാർട്ടിക്കായി മാറ്റിവെച്ച ഒരാളെ ആരോപണങ്ങളുടെ പേരിൽ പുറത്താക്കിയത് ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന്റെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ ഗുണ്ടാ നേതാവെന്നും തീവ്രവാദ ബന്ധമുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ബിന്ദു വിനയകുമാറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടിയിലൂടെ ശോഭയെ താൽക്കാലികമായി സംരക്ഷിക്കാൻ നേതൃത്വം ശ്രമിച്ചതെങ്കിലും ഈ വിഷയം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരവകരമായിട്ടുള്ള ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ശോഭയ്ക്ക് പാർട്ടിക്കുള്ളിലെ കടുത്ത എതിർപ്പിന്റെ സൂചനയാണ്. ശോഭയുടെ രാഷ്ട്രീയ വളർച്ചയിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരു വലിയ വിഭാഗം നേതാക്കൾ ബിന്ദു വിനയകുമാറിനെ കരുവാക്കി ശോഭയെ പൂട്ടാൻ ശ്രമിക്കുന്നു എന്ന നിഗമനത്തിലാണ് ശോഭയെ അനുകൂലിക്കുന്നവർ. കഴിഞ്ഞ കുറെ കാലങ്ങളായി സംസ്ഥാന നേതൃത്വവുമായി അത്ര സുഖകരമല്ലാത്ത ബന്ധമാണ് ശോഭയ്ക്കുള്ളത്. തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി വേദികളിലും ശോഭയ്ക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണ തങ്ങളുടെ സ്വാധീനം കുറയ്ക്കുമെന്ന് ഭയക്കുന്ന നേതാക്കളാണ് ഈ കുത്തിത്തിരിപ്പുകൾക്ക് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുകയാണ്. ബിന്ദു വിനയകുമാറിന് ലഭിച്ച ഭീഷണി സന്ദേശം പുറത്തുവിട്ടതിന്റെ പിന്നിലും കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബി.ജെ.പി ഒരു കേഡർ പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രൂപ്പ് പോര് ഇത്രത്തോളം രൂക്ഷമായത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. 30 വർഷം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ പുറത്താക്കുമ്പോൾ പാലിക്കേണ്ട ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്ന് ബിന്ദു വിനയകുമാർ തന്നെ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ശോഭാ സുരേന്ദ്രനോടുള്ള അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ ബി.ജെ.പി നേതൃത്വം തയ്യാറായത് ശോഭയെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പണ്ട് മുതലേ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ചേരിതിരിവുകൾ ഇപ്പോൾ പരസ്യമായി ചെളിവാരി എറിയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തുറ്റ വനിതാ നേതാവിനെ ഒതുക്കാൻ പാർട്ടിയിലെ പുരുഷാധിപത്യ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപവും ശക്തമാണ്. ബിന്ദു വിനയകുമാറിനെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് പാർട്ടിയിലെ ഉന്നതർ തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ബിന്ദുവിന്റെ കണ്ണുനീരും നിരാശയും ശോഭയ്ക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാൻ ഈ സംഘം കിണങ്ങി ശ്രമിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾക്കും അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും പലപ്പോഴും ഔദ്യോഗിക പക്ഷത്തിന് വലിയ തലവേദനയായിരുന്നു. അത് അവസാനിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമായാണ് ഈ വിവാദത്തെ ഇപ്പോൾ അവർ കാണുന്നത്. ബിന്ദു വിനയകുമാറിനെ പോലെയുള്ളവരുടെ പരാതികൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതും അത് സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ചർച്ച ചെയ്യുന്നതും ശോഭയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ്. സത്യത്തിൽ ഇത് ബിന്ദുവും ശോഭയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, മറിച്ച് ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മാറ്റത്തെയാണ് കാണിക്കുന്നത്. 30 വർഷത്തെ പാരമ്പര്യമുള്ള ബിന്ദുവിനെ ഒറ്റയടിക്ക് പുറത്താക്കിയ നടപടി പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്ന് നേതൃത്വത്തിന് വളരെ മുന്നേ തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും ആ തീരുമാനമെടുത്തത് ശോഭയ്ക്കെതിരെ പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ഓരോ ചുവടിലും ശോഭയെ കുടുക്കാൻ പുതിയ പുതിയ പരാതികളും പുതിയ പുതിയ വഴികളും ഉയർത്തിക്കൊണ്ടുവരാൻ അണിയറയിൽ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രവർത്തകയെ പുറത്താക്കിയതിലൂടെ തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നവർ ശോഭാ സുരേന്ദ്രൻ എന്ന വലിയ വെല്ലുവിളിയെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമാണ്.